ശാസ്ത്രീയ അഥർവവേദ പഠനം ക്ലാസ് 171. ഇന്ന് നമ്മൾ നോക്കുന്നത് കാണ്ഡം 6 അനുഭാഗം 3 സൂക്തം 23 ഇതിൽ ജലത്തിൻ്റെ മഹത്വമാണ് പറയുന്നത്. ജലത്തിൻ്റെ മഹത്വം ചെറിയ ക്ലാസ്സിൽ കുട്ടികളെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇതിനൊന്നും വ്യാഖ്യാനമൊന്നും ഞാൻ നടത്തേണ്ട ആവശ്യമില്ല. ഇവിടെ അത് ചൊല്ലുകയും അതിൻ്റെ പരിഭാഷ പറയുമ്പോൾ തന്നെ വളരെ വ്യക്തമാണ്. അപ്പോൾ അഥർവവേദത്തിൽ നമുക്കറിയുന്ന കാര്യങ്ങളെല്ലാം പെട്ടെന്ന് മനസ്സിലാകും. പിന്നെ സയൻസുമായിട്ട് ബന്ധപ്പെട്ട നമുക്കറിയാതെ വിഷയങ്ങൾ വരുമ്പോഴാണ് കുറച്ചൊരു ആശയക്കുഴപ്പം വരുന്നത്. ഇവിടെ ഒരാശയക്കുഴപ്പവും വേണ്ട, എല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാലും വ്യാഖ്യാനം എന്ന നിലയിൽ ഞാനും ഒന്ന് ഓടിച്ചിട്ട് പോകാം. അപ്പം നമുക്ക് സൂക്തം കേൾക്കാം. അഥർവവേദം കാണ്ഡം 6 അനുഭാഗം 3 സൂക്തം 23. ഋഷി ശാന്താദി ദേവത അപ്പ് ഛന്ദസ് തൃഷ്ടുപ്പ് ഗായത്രി ഉഷ്ണിക് സസൃഷേസ്തതപസോ ദിവാനക്തം ച സസൃഷീഃ വരേണ്യക്രതുരഹമപോ ദേവീരുപ ഹൊയേ ഓത ആപഃ കർമ്മണ്യാമുഞ്ജന്ദ്യുതഃ പ്രണീതയേ സദ്യഃ കൃണ്വന്ത്യേതവേ ദേവസ്യ സവിതുഃ സവേ കർമ്മ കൃണ്വന്തു മാനുഷാഃ ശം നോ ഭവന്ത്വപ ഔഷധീഃ ശിവാഃ. ഭാവാർത്ഥം: ജലത്തെ ഉത്തമ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് പ്രപഞ്ചരക്ഷയ്ക്കായിട്ട് നിരന്തരം പ്രവഹിക്കുവാൻ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ഉത്തമ കർമ്മത്തിലൂടെ അത് നമ്മുടെ പാപത്തെ അകറ്റട്ടെ, നമുക്ക് ശ്രേയസ് ഉണ്ടാക്കിത്തരട്ടെ, നമ്മുടെ അനർത്ഥങ്ങൾ ഇല്ലാതാക്കട്ടെ. സൂര്യൻ്റെ പ്രേരണയാൽ മനുഷ്യർ എല്ലാവിധ വൈദിക കർമ്മങ്ങളും അനുഷ്ഠിക്കട്ടെ. ജലം ഔഷധികളെ പോഷിപ്പിച്ച് നമുക്ക് നന്മ ചൊരിഞ്ഞുകൊണ്ട് നമ്മുടെ പാപങ്ങൾ ഇല്ലാതാക്കട്ടെ. ജലം ഉത്തമ കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് പ്രപഞ്ചരക്ഷക്കായി നിരന്തരം പ്രവഹിക്കുവാൻ ഞാൻ ആഹ്വാനം ചെയ്യുന്നു. ജലം ഇങ്ങനെ പ്രവഹിക്കുന്നതുകൊണ്ട് ഉത്തമ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്. നദിയിലൂടെ വെള്ളം ഒഴുകുമ്പോഴാണ് എന്ത് വരുന്നത്? ചെടികളെല്ലാം മുളച്ച് വരുന്നത്. മനുഷ്യർ ഉണ്ടാകണ്ടെങ്കിലും ജലം വേണം. നമ്മൾ ബഹിരാകാശത്തിലെല്ലാം പോയിട്ട് ആ ഗ്രഹത്തിലെത്തുമ്പോൾ അവിടെ വെള്ളം ഉണ്ടോ എന്നാണ് നോക്കുന്നത്. വെള്ളം ഉണ്ടെങ്കിൽ ജീവജാലങ്ങളുണ്ട്. അപ്പം ജീവജാലങ്ങളെ ഉണ്ടാക്കുന്ന ആരാണ്? ജലമാണ്. അപ്പോൾ ഉത്തമ കർമ്മങ്ങൾ ചെയ്തു കൊണ്ടുപോകുന്നു. അതൊന്നും അധികം ഞാൻ വ്യാഖ്യാനിക്കുന്നില്ല. ഉത്തമ കർമ്മത്തിലൂടെ നമ്മളുടെ പാപത്തെ അകട്ടെ. ഈ പാപം എന്ന് പറയുമ്പോൾ കുറച്ച് കുഴപ്പം പിടിച്ചൊരു സംഗതിയാണ്. പാപം എന്ന് പറഞ്ഞാൽ നമുക്ക് കഷ്ടം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പറയുന്നത് എന്തുണ്ടോ ഞാനെന്തോ പാപം ചെയ്തിട്ടുണ്ട്. അതായത് നമ്മളെ ജീവിതം ഈസി ആകുന്നതോറും നമ്മൾ പാപമുക്തമാവുകയാണ്. അപ്പോൾ വെള്ളം നമ്മളെ പാപമുക്തമാകുക. കാരണം ചില സ്ഥലത്തൊന്നും വെള്ളമില്ല. രാവിലെ അവിടെ സ്ത്രീകളും കുട്ടികളും എല്ലാം ബക്കറ്റ് എടുത്തിട്ട് എത്രയോ ദൂരെ നടന്നിട്ട് ചുമന്ന് വരുന്നത് TV-യിൽ കാണാം, നെറ്റിൽ നോക്കിയാൽ കാണാം. എന്നാലും നമുക്കെന്താണ് ഇവിടെ ഇരുന്നിട്ട് ടാപ്പ് ഇങ്ങനെ തുറന്നാൽ മതി. അതെന്തുകൊണ്ടാണ്? വെള്ളം നമ്മൾ അടുത്ത് യഥേഷ്ടം കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ അടുത്ത് തന്നെ കുടിച്ചാൽ വെള്ളം കിട്ടുമെങ്കിൽ സൗകര്യമാണ്. അപ്പോൾ നമ്മുടെ പാപമെല്ലാം അകറ്റാൻ വെള്ളത്തിന് വലിയ പങ്കുണ്ട്. വെള്ളം ഉണ്ടെങ്കിൽ തന്നെ നമ്മളെ പകുതി ഭാരം തീർന്നു. പലവരും വെള്ളത്തിന് വേണ്ടിയിട്ടാണ്. പണ്ട് എന്ന് പറഞ്ഞാൽ കിണറ്റിന്ന് വലിച്ച് വെള്ളം കോരലാണ് പാട്. നേരെ മറിച്ച് ജലം എളുപ്പത്തിൽ കിട്ടുമെങ്കിൽ നമ്മളെ പാപം പകുതിയും തീർന്നു. നമ്മളെ ജീവിതം സുഖപ്രദമാണ്. പാപത്തിൻ്റെ ഓപ്പോസിറ്റാണ് സുഖം. അപ്പം നമ്മളെ പാപം അകറ്റണ്ടെങ്കിൽ വെള്ളം ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. വെള്ളമില്ലെങ്കിൽ ഒരു ദിവസം പൈപ്പിൽ വെള്ളമില്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി നമ്മളെപ്പോലത്തെ പാപികൾ വേറെയുണ്ട്. അപ്പോൾ അത്തരത്തിൽ അതിനെ സിമ്പിളായിട്ട് കാണണം. അല്ലാതെ പാപം പുണ്യം എന്നെല്ലാം പറയുന്നത് പാപം എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നമ്മളെ കഷ്ടപ്പാട് എന്താണോ നമുക്ക് കഷ്ടപ്പാടുണ്ടാക്കുന്നത് അതെല്ലാം പാപം കൊണ്ടാണ് എന്ന അർത്ഥത്തിൽ മാത്രം എടുത്താൽ മതി. അല്ലാതെ വേറെ ഏത് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത് എന്തോ ഇതിൻ്റെ കൊണ്ടാണ് ഇവിടെ വെള്ളം കിട്ടാതെ എന്നെല്ലാം, പൈപ്പിൽ വെള്ളം വരാതെ എന്നെല്ലാം ചിന്തിച്ചു കഴിഞ്ഞാൽ കഷ്ടമാണ്. നമുക്ക് ശ്രേയസ് ഉണ്ടാക്കി തരട്ടെ. അതേ നദീതടങ്ങളിലാണ് എന്നുണ്ടാവുന്നത് പുരോഗതി ഉണ്ടാവുന്നത്. മനുഷ്യരെല്ലാം നദിയും നോക്കിയിട്ട് അതിൻ്റെ തീരത്തിലേക്ക് വെള്ളമുള്ള സ്ഥലം നോക്കിയിട്ടാണ് പോകുക. അപ്പം നമ്മളെ ശ്രേയസ് എന്ന് പറയുന്നത് വെള്ളവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ മുക്കാഭാഗവും വെള്ളമാണ്.
അപ്പം നമ്മളെ ശ്രേയസ് വെള്ളത്തിൽ അധിഷ്ഠിതമാണ്. നമ്മുടെ അനർത്ഥങ്ങൾ ഇല്ലാതാക്കട്ടെ, നമുക്കുള്ള കഷ്ടപ്പാടെല്ലാം ഇല്ലാതാക്കട്ടെ എന്നുള്ളത്. സൂര്യൻ്റെ പ്രേരണയാൽ മനുഷ്യർ എല്ലാവിധ വൈദിക കർമ്മങ്ങളും അനുഷ്ഠിക്കട്ടെ. അപ്പോൾ സൂര്യനാണ് അവിടെ ഇടയ്ക്ക് സൂര്യനൊക്കെ ഇനി പറയും ഗ്രഹങ്ങളെ പറ്റി. നമ്മളെല്ലാ കർമ്മങ്ങളും അനുഷ്ഠിക്കുന്നത് സൂര്യൻ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്. അതിങ്ങനെ എന്ത് കർമ്മങ്ങൾ ചെയ്യണമെങ്കിലും ജലം ഉണ്ടെങ്കിലേ പരിപാടി നടക്കുകയുള്ളൂ. എന്ത് കർമ്മം ചെയ്യണമെങ്കിൽ ജലമില്ലാതെ കാര്യം നടക്കില്ല. പക്ഷെ കർമ്മത്തിന് ജലം ഉണ്ടായാലും നമ്മൾ ചിലപ്പം കർമ്മം ചെയ്യില്ല. കർമ്മം ചെയ്യണമെന്ന് വേണം, സൂര്യൻ നമ്മളെ പ്രേരിപ്പിക്കണം. അങ്ങനെ സൂര്യൻ പ്രേരിപ്പിച്ചോണ്ടാണ് എന്ത് പറ്റുന്നത്, നമ്മൾ ഡാമിലെ വെള്ളമെല്ലാം സംഭരിച്ച് പൈപ്പിലൂട്ടിയെല്ലാം പലയിടത്തേക്കെല്ലാം എത്തിക്കുന്നത്, കൃഷികൾക്ക് നനക്കാൻ വേണ്ടിയിട്ട്, വൈദ്യുതി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഇതെല്ലാം ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്? സൂര്യൻ ആ ജനങ്ങളെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണ്ടുപിടുത്തങ്ങളിലൂടെ അവയെ ഉപയോഗിക്കാൻ നമ്മളെ പല കർമ്മങ്ങളായിട്ട് പ്രേരിപ്പിക്കുന്നു. അപ്പം പുരോഗതി ഉണ്ടാവും. ചില നാട്ടിൽ പുരോഗതി എന്തുകൊണ്ടായില്ലാതെ വെള്ളത്തിന് വേണ്ടി എത്രയോ ദൂരെ നടക്കുന്നുണ്ട്. അവിടെയും കുഴിച്ചാൽ ചിലപ്പം വെള്ളം കിട്ടും. അവിടുത്തെ ജനങ്ങൾ ആ തരത്തിലൊന്നും ചിന്തിക്കുന്നില്ല, അതിനുള്ള കഴിവില്ല, ബുദ്ധി ഉപയോഗിക്കുന്നില്ല, പ്രവർത്തിക്കുന്നില്ല. അതിനുള്ള ഗവൺമെൻറ്റുകൾക്കും അതിനുള്ള കഴിവൊന്നുമില്ല. ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കൊണ്ടാണ്. അതെല്ലാം പക്ഷേ സൂര്യൻ തന്നെയാണ് പ്രേരിപ്പിക്കുന്നത് എന്ന് പറയുകയാണ്. ജലം ഔഷധികളെ പോഷിപ്പിച്ച്, ജലമുണ്ടെങ്കിലല്ലേ ചെടികൾ വളരുള്ളൂ. ചെടികളിലൂടെയാണ് എന്ത് കിട്ടുന്നത്? ഔഷധികൾ കിട്ടുന്നത്. നമുക്ക് നന്മ ചൊരിഞ്ഞുകൊണ്ട് നമ്മുടെ പാപങ്ങൾ ഇല്ലാതാകട്ടെ. നമ്മുടെ പാപം പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുമെങ്കിൽ പാപമില്ല, കഷ്ടപ്പാടാണെങ്കിൽ പാപമാണ്. ആ കഷ്ടപ്പെടുന്ന അവസ്ഥക്കാണ് പാപം എന്ന് പറയുന്നത്. ആ പാപം ഇല്ലാതാക്കണമെങ്കിൽ നമ്മൾ ബുദ്ധി ഉപയോഗിച്ചിട്ട് കർമ്മം ചെയ്തിട്ട് വെള്ളത്തെ എല്ലാം ഇങ്ങനെ സംഭരിച്ച് ടാപ്പിലൂട്ട് കിട്ടുന്ന നേരത്തിൽ ആക്കിക്കഴിഞ്ഞാൽ കുറേ സൗകര്യമാകും. ഇനി അതും വേണ്ട, കുറേ ഇപ്പം തന്നെ വെള്ളം കുടിക്കണ്ടെങ്കിൽ ചിലപ്പോൾ അടുക്കളയിൽ പോയിട്ട് എടുത്തുകൊണ്ട് വരേണ്ടി വരും. ഇനിയിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. ചിലപ്പോൾ പൈപ്പിലോട്ട് ഓരോ മുറിയിലും കുടിക്കേണ്ട വെള്ളമല്ല ചിലപ്പോഴിങ്ങനെ ഉണ്ടാകുമായിരിക്കും ഒരു കാലം വരുമ്പോൾ. വെള്ളത്തിനൊന്നും ഇപ്പം പാപമുള്ളതുകൊണ്ടാണ് നമ്മൾ ഇവിടുന്ന് എണീറ്റിട്ട് അടുക്കളയിൽ പോയിട്ട് വെള്ളം കുടിക്കണം. നേരെ മറിച്ച് ഒരു ചെറിയ ടാപ്പിയിലൂടെ എല്ലാം വന്ന് നമ്മളെ മേശേൻ്റെ സൈഡിലുണ്ടെങ്കിൽ ഒരു പട്ടണം എത്തിയാൽ വെള്ളം കിട്ടുമെങ്കിൽ അത്രയും നമ്മളെ പാപങ്ങൾ ഇല്ലാതായി. ആ തരത്തിൽ നമ്മളെ പാപങ്ങളെ കാണണം. നമുക്ക് എത്രമാത്രം സുഖം, അതായത് കയ്യാനങ്ങാതെ ജീവിക്കാൻ പറ്റുന്ന തരത്തിൽ ആകുന്ന അവസ്ഥയിലേക്ക് എത്തണ്ടെങ്കിൽ, അങ്ങനെ പാപം ഇല്ലാതാണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ബുദ്ധി ഉപയോഗിച്ചിട്ട് അതിനുള്ള പ്രവൃത്തി ചെയ്താലേ പാപങ്ങൾ ഇല്ലാതാകും. അപ്പം ബുദ്ധി ഉപയോഗിച്ച് അതിനനുസരിച്ച് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ എത്രമാത്രം പുരോഗതി നേടുന്നോ അത്രമാത്രം നമ്മുടെ ജീവിതം എന്തായി തീരും? പാപമുക്തമായിട്ട് തീരും. അങ്ങനെയുള്ള ഒരു ലോകത്തിലേക്കാണ് നമ്മൾ എത്തുന്നത്. അതാണ് ആ ബ്രഹ്മം ചെയ്തു കൂട്ടുന്നത്. അവസാനം കലിയുഗത്തിൻ്റെ അവസാനത്തിൽ ഒരു സുന്ദരമായ ലോകം ഉണ്ടാവും. ഒരു കഷ്ടപ്പാടുമില്ല. ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ വികസിച്ച് എല്ലാവരും ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ സുഖമായി ജീവിക്കുക. എത്ര കാലത്തേക്കുള്ളൂ? കുറച്ച് കാലത്തേക്കുള്ളൂ. അത് കഴിഞ്ഞാൽ പ്രളയത്തിലൂടെ അടിച്ച് കളഞ്ഞിട്ട് പിന്നെയും ഇതിങ്ങനെ ഉണ്ടാക്കും. ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പാടുപെട്ട് ആ ഒരു ലോകത്തിലേക്ക് എത്താൻ വേണ്ടിയാണ് നമ്മൾ പാടുപെട്ടുകൊണ്ട് പോകുന്നത്.